നീ ഇവിടെ ട്രെൻഡും ചെയ്തിരിക്കുകയാണോ? പൊസഷൻ ഡിലേ ആയതുകൊണ്ട് നമ്മുടെ ഹോം ലോൺ ഇൻട്രസ്റ്റ് ബിൽഡർ പേ ചെയ്യുന്നല്ലേ നമ്മൾ ഇത്ര നാൾ ഓർത്തത്. അത് ഇനി നടക്കാൻ പോകുന്നില്ല. 2012 ഒരു വ്യക്തി 10% പേയ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ബിൽഡർ 2015 ആകുമ്പോഴേക്കും വീട് കൈമാറാന്നുള്ള ഉറപ്പും കൊടുത്തു. പക്ഷെ ഇവിടെ ഫ്ലാറ്റ് പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത ആൾക്ക് കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പം ഇവിടെ ബിൽഡർ 8% ഇൻട്രസ്റ്റോടെ എമൗണ്ട് റീഫണ്ട് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മുടെ ബയർ 10.75% ഹോം ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ അത് ഫെയർ ആവുമോ? സോ ഇവിടെ ബയർ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ എന്താണ് ഇവിടെ ബയർ ജയിച്ചു. അപ്പൊ കൺസ്യൂമർ കോർട്ട് അതുപോലെ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ പറഞ്ഞ് ബിൽഡർ 8% ഇൻട്രസ്റ്റോടെ റീഫണ്ട് ചെയ്യണം. അതുപോലെ ലോൺ ഇൻട്രസ്റ്റും കൂടി കവർ ചെയ്യണം. അത് മാത്രമല്ല അഡീഷണൽ 60,000 രൂപ മെന്റൽ ഹറാസ്മെന്റ് ആയിട്ടും ലിറ്റിഗേഷൻ ആയിട്ട് 30,000 രൂപയെന്നാണ്. പക്ഷേ ഇവിടെ ബിൽഡർ സുപ്രീം കോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ ജൂൺ 4, 2025 കാര്യങ്ങളൊക്കെ തഴകീഴായിട്ട് മാറി. ഇവിടെ സുപ്രീം കോർട്ട് പറഞ്ഞ് ബിൽഡേഴ്സിന് ഇവിടെ ബയേഴ്സിന്റെ പേഴ്സണൽ ഹോം ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട എന്നാണ് വിധി വന്നത്. അപ്പൊ അവര് കൊടുക്കാനുള്ള ബാധ്യത റീഫണ്ടും എഗ്രീഡ് ഇൻട്രസ്റ്റ് മാത്രമാണെന്നാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഇവിടെ തോന്നുന്നത്? ഈ ഒരു ജഡ്ജ്മെന്റ് ഫെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ?